നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ സ്റ്റേക്ക് കഴിച്ചണോ കഴിച്ചിട്ടില്ല ജീവിതത്തിൽ ഇതുവരെ 250 തൊട്ട് 350 ഡിഗ്രി സെൽഷ്യസിൽ ബട്ടർ സീ സോൾട്ട് പെപ്പർ ഇട്ടിട്ട് നമ്മുടെ ബീഫ് ഇത് ഏതാ ബീഫ് ബാഗി ഗൈസ് ഇന്ന് ഞാനും ആച്ചി എന്നോടൊരു ആഗ്രഹം പറഞ്ഞു ഒരു സ്റ്റേക്ക് കഴിക്കണം. അപ്പം ഞാൻ ആച്ചിനോട് ചോദിച്ചു നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ സ്റ്റേക്ക് കഴിച്ചണോ ചോദിച്ചു. ഇല്ല കഴിച്ചിട്ടില്ല ജീവിതത്തിൽ ഇതുവരെ ഫസ്റ്റ് ടൈം. അപ്പോ ഞാൻ പറഞ്ഞു ആഗ്രഹം പറയാൻ സാധിപ്പിച്ചു കൊടുക്കണം അല്ലേ? അല്ല ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ഇപ്പൊ ഞാനൊരു കാലത്ത് നമ്മുടെ അടുത്ത് ഒന്നും ഇല്ലാത്തരും നമ്മൾ ഈ വീഡിയോസ് എല്ലാം കുറെ കാണുന്നത് സ്റ്റേക്കും ഇതല്ലോ. എൻ്റെ അടുത്ത് സ്റ്റേക്ക് മേടിക്കാനുള്ള പൈസ ഒന്നും ഇല്ല ആ സമയത്ത്. നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നമ്മൾ സാധാരണ 5 റുപ്യയും 10 റുപ്യന്റെ സാധനമെല്ലാം കഴിച്ച് നമ്മൾ അഡ്ജസ്റ്റ് അതെല്ലാം വീഡിയോ എടുത്തിട്ടാ പോസ്റ്റ് ചെയ്യല്. അപ്പൊ യെസ്. അപ്പൊ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള ഫാൻസി സ്ഥലത്ത് പോയി കഴിക്കാനും ടേസ്റ്റ് ഇത് എങ്ങനെയാണെന്ന് അറിയാൻ ഒരു തവണയെങ്കിലും ആഗ്രഹം ഉണ്ടാവല്ലോ, ഒരു പൂതി. അങ്ങനെ ഞാനൊരു സീരീസ് തുടങ്ങാന്ന് വിചാരിച്ചു. അല്ല എന്റെ പൂതിയല്ലേ, എന്താ വെച്ചാ ഇങ്ങനെ പൂതിയുള്ള ആൾക്കാരെ എന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് ഇങ്ങനെ പോവാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മളതിൽ കമന്റ് ചെയ്യുക. ഇൻഷാ അള്ളാ നിങ്ങൾ ഒന്ന് മാത്രം പറയണം എന്തിനാണ് നിങ്ങളെ കൊണ്ടുപോകേണ്ടത്. ആ ഒരു എക്സാക്ട് റീസൺ കമന്റ് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു സാധനം ചെയ്യാം. ഓക്കെ. റിയൽ മാഡ്രിഡ് ഫാനായ ആച്ചി ഈ സ്റ്റോർ നമുക്ക് ഫസ്റ്റ് വരണ്ടേ, ഇനോഗ്രേറ്റ് ചെയ്യണ്ടേ. നമ്മളിപ്പോ ദുബായ് മോളിലാണുള്ളത്. ദുബായ് മോളിന്റെ ഐസ് റിംഗ് ആണത്. ഭയങ്കര തിരക്കാണ്. സമ്മർ വെക്കേഷൻ തുടങ്ങിയതുകൊണ്ട് ഈ ഏരിയ കംപ്ലീറ്റ് ലക്ഷറി ബ്രാൻഡ്സ് ഉള്ള ഏരിയ ആണ് ഇത് ഫുൾ. അപ്പൊ അങ്ങനെ ഒരു ലക്ഷറി സ്ഥലത്താണ് ഞങ്ങൾ പോണത്. അത് നോക്കിയേ, അടിപൊളി. അതൊക്കെ അങ്ങനെ നമ്മള് സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. സോ വി ഹാവ് റീച്ച്ഡ് ഡോർസ്. നമ്മുടെ ഇന്നത്തെ അതിഥി ഇവിടെയാണ്. കമാൻ. ഹായ്. നമുക്കിവിടെ പുറത്താല ചൂടിരിക്കൂല്ലേ? ഡൺ. Anywhere. Somewhere that side. This one? Yeah. Fine, done. This one. ഇവിടെ തന്നെ നമുക്ക് ലൈറ്റ് ആസ് വെൽ ആസ് ഫൗണ്ടനും കാണാം. എങ്ങനെയാണ് ദുബായ് മോളുടെ ഫൗണ്ടൻ ലൈറ്റ് ഷോ ഒക്കെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹായ് വാമോസ്. വിവ വാമോസേ ഉള്ളൂ ഇപ്പൊ. ബാക്കി രണ്ടും പോയി. ഫോർസയും വിവിയും എല്ലാം പോയി. നാട്ടിലെത്തി റൊണാൾഡോ നെയ്മർ നാട്ടിലെത്തിന്ന് പറഞ്ഞ ചിലപ്പോ ഈ വീഡിയോ ഇറങ്ങുമ്പോ ഓരും പോയിട്ടുണ്ടാവും. പടച്ചോനെ അങ്ങനെ പറയുന്നില്ല. കളിക്കുന്നവര് ജയിക്കട്ടെ, അത്ര തന്നെ. ഇങ്ങനെയൊന്നല്ലേ ക്യാമറ ഓൺ ആയപ്പം പറഞ്ഞത്. അത് വിട്. എന്തായാലും കാര്യത്തിലേക്ക് കിടക്കാം. ആച്ചി എന്നോടൊരു ആഗ്രഹം പറഞ്ഞു ഒരു സ്റ്റേക്ക് കഴിക്കണം. ഞാൻ വെറുതെ ഒരു സാധാരണ ഒരു നാട്ടു വർത്താനം പറയുന്ന പോലെ പറഞ്ഞതാ. സ്റ്റേക്ക് ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പൊ വേണ്ടേ പോവാ എന്നാല്? ഇനി ഞാൻ വരില്ല. ഇനി തിന്നാണ്ട് വീണാലും ഇറങ്ങിയില്ല. എന്തായാലും ഞാൻ സ്റ്റേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. കഴിച്ചു നോക്കാം ഇൻഷാ അല്ലാ. ഓക്കെ. അതെ. ബാക്കി സ്റ്റേക്ക് വന്നിട്ട് കഥകൾ ഞാൻ പറഞ്ഞുതരാം സ്റ്റേക്കിന്റെ. പക്ഷെ ഇവിടുത്തെ ആംബിയൻസ് എല്ലാം കണ്ടിട്ട് വൻ പ്രതീക്ഷയാണ്. പോവാൻ തോന്നുന്നില്ല. നിങ്ങളെ നമ്മ എല്ലാം പോവാം, എല്ലാം കഴിക്കാം. ഉള്ള എഡിറ്റിങ്. Peach with honey and hot soda water and lychee. Done. Thank you. And salads. This is pomegranate salad with the yogurt. Nice. This is the coconut pasta. Oh, nice. Thank you. Parmesan cheese. Thank you. ഒരു സ്റ്റേക്ക് കഴിക്കുന്നതിന് മുമ്പ് ചെറുതായിട്ട് അതിപ്പോ അത് വരുന്ന മുമ്പ് ഇത് പള്ളാറിയും കേട്ടാ. ബാ ചീർസ് അടിക്കാലോ.
അതെന്താ പൂവേതാ? ജമന്തിയാ? തിന്നുന്ന പൂ തന്നെയാ, തിന്നേണ്ട പൂവെല്ലാം തന്നെയാ. ബിസ്മില്ല. സിംഗിൾ ഷോട്ടാ? അസ്തഗ്ഫിറുല്ലാഹൽ അദീം. കിക്ക് കിക്ക്. അടിപൊളി. What a drink, bro. ചീനി സാധനട്ടാ. തുടക്കമൊക്കെ അല്ലേ? നല്ല തുടക്കം. ഇതാണ് പോമഗ്രാനൈറ്റ് വാൾനട്ട് കേർഡ് തൈര് ഇട്ടിട്ടുള്ള സച്ചിൻ കഴിക്കുന്നത്. നമ്മുടെ സ്വന്തം സച്ചിൻ ടെണ്ടുൽക്കർ കഴിക്കുന്ന സാലഡാണ്. ബിസ്മില്ലാ. അത് നമ്മള് ബീഫെല്ലാം കഴിക്കുന്നതിന് മുമ്പില്ല, ഈ ഫൈബറുകളൊന്നും കയറ്റി വെച്ചിട്ട് നല്ലതാണ്. അങ്ങനെയുണ്ടല്ലേ ശാസ്ത്രീയ വശം. നമുക്ക് എന്തിരിക്കുന്നു, അത് ഇപ്പൊ പ്രായത്രല്ലേ ഉള്ളൂ, കുഴപ്പമില്ല. തിന്നന്നെ പറയാല്ലേ? ഇപ്പൊ നല്ലോണം തിന്നാ. താങ്ക് യു. കുറച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ചെയ്യും. പാസ്ത ഏതായിരുന്നു? ഫെറ്റിച്ചിനി കോക്കനട്ട്. ഞാൻ ആദ്യമായിട്ട് കോക്കനട്ട് കോക്കനട്ട്സ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കോക്കനട്ട് പാസ്ത കഴിക്കുന്നത്. ചിക്കനും ഉണ്ടാവില്ലേ? കുറച്ച് കഷ്ടപ്പെടും. മുറിച്ചിട്ട് സ്പൂൺ വെച്ചിട്ടില്ല ചുറ്റാണല്ലേ? എന്നുവെച്ചാല് അല്ല, അത് സ്പൂൺ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാവുമായിരുന്നു. എന്നുവെച്ചാല് അങ്ങനത്തെ ഒരു നാക്കിൽ തോന്നേണ്ട സാധനമാണ് ഫെറ്റിച്ചിനി. This is nice fettuccine. നല്ല അതൊക്കെ ചെറിയ ആ ഒരു കോക്കനട്ടിന്റെ ഫ്ലേവറും ഇതെല്ലാം വെറുതെ ആണ്, ടൈം പാസ്സാണ്. മെയിൻ സാധനം വെയിറ്റ് ചെയ്യുന്നുണ്ട്. രാജാകപ്പുറമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭക്ഷണം കഴിക്കാൻ കൂടെ ആളെ കൊണ്ടുപോകാൻ. അങ്ങനെയുള്ള ആളോട് പോകാനും ഇഷ്ടം. അതെന്ന് വെച്ചാല് എസ്പെഷ്യലി ഈ കഴിക്കാത്ത ആൾക്കാർക്ക്, എന്നുവെച്ചാൽ ഇതുവരെ ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കാത്ത ആൾക്കാർ, അപ്പോൾ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതും അവരായിട്ട് സ്വറ പറയുന്നതും അവരായിട്ട് ഭക്ഷണം കഴിക്കുന്നതും അവരുടെ റിയാക്ഷൻ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളെന്തിൻ്റെ പള്ളർ അറിയോ? അപ്പം നിർത്തണം. തുടങ്ങിയാൽ നിർത്താൻ പറ്റില്ല. ഇവിടെ ഇവര് റൊമാൻറ്റിക് വ്യൂ എല്ലാം കൊടുക്കുന്നുണ്ട്. അല്ല തന്നെ പ്രസിഡൻഷ്യൽ സീറ്റ് പൊളിയാ. അത് നമുക്ക് ഒരാൾക്കേ തരും ഒരു ദിവസം അറ്റ് എ ടൈം ഒരാൾക്ക് മാത്രം അങ്ങനത്തെ ഒരു ഇത് കൊടുക്കും. കോക്കനട്ട് ഫെറ്റിച്ചിനി പാസ്ത വിത്ത് ചിക്കൻ. ചിക്കനും ഉണ്ട് കേട്ടോ, പ്രോട്ടീൻ ഉണ്ട് അതിൻ്റെ അകത്ത്, കാർബ്സും ഉണ്ട്, പിന്നെ കുറച്ച് ഫാറ്റും. കുറവ് വരണ്ടല്ലേ? കുറവ് വരണ്ട. ഇല്ല, വേണമെങ്കിൽ ഇതിൽ നിന്ന് എടുത്താൽ മതി കുറവിന്. താങ്ക് യു സോ മച്ച്. എല്ലാവരും കാത്തിരിക്കുന്നത് ശരിക്കും ഈ വീഡിയോ കാണുന്നവർക്ക് DJ കാണുന്ന പോലെ ഉണ്ടാവും. ഈ ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. വാഗ്യൂ 9+ ഗ്രേഡ് ബീഫ് ഇതാ വരുന്നു. ചൂട് പ്ലേറ്റ് കണ്ണാക്ക് പൊള്ളി ബട്ടറും തേച്ച്. നമ്മള് വെയിറ്റ് സത്യം പറഞ്ഞാൽ അതിനാ. നമ്മള് എല്ലാ റോഡിൽ നിന്ന് ഈ തിരക്കും അങ്ങ് റിഗിന്ന് ഹെൽമെറ്റെല്ലാം ഊരി വിളിച്ചൊടുങ്ങി വന്നിരിക്കുന്നത് 250 തൊട്ട് 350 ഡിഗ്രി സെൽഷ്യസിൽ ബട്ടർ, സീ സോൾട്ട്, പെപ്പർ ഇട്ടിട്ട് നമ്മുടെ ബീഫ്. ഇത് ഏതാ ബീഫ്? A9+. My God, 1 കിലോക്ക് എത്ര ദ്രംസാന്നറിയോ? അല്ല പറയണല്ലോ, ഒരു വാഗ്യൂ ബീഫ് A9+ എന്നെല്ലാം വെച്ചാൽ കിലോ ഒരു 750 ദ്രംസ് ഉണ്ടാവില്ല.
How long temperature? Medium, medium, well done. വെൽ ഡൺ. Well done? ആയി മോനെ ആയി സ്റ്റേക്കായി സ്റ്റേക്കായി സ്റ്റേക്കായി. സ്റ്റക്കായിട്ടാണ് So you can see now it's medium well. Okay. ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇത്രയും കെയറോട് കൂടി അതിന് ഭക്ഷണമെല്ലാം കൊടുത്ത് മാർബിളൈസ് ചെയ്ത് വരുന്ന ഒരു മീറ്റാണ്. പശുക്കളുടെ മെന്റൽ സ്ട്രെസ് വരെ കാൽക്കുലേറ്റ് ചെയ്താണ് ചെയ്യുന്നത്. അതായത് അവർക്ക് അത്രയും സ്ട്രെസ് കൊടുക്കാൻ മോനെ ഫസ്റ്റ് സ്റ്റേക്ക് നിങ്ങളെ ബൈറ്റ് എടുക്കണ്ട. ഇന്ന് നിനക്ക് അങ്ങനെയുണ്ടല്ലേ? അതിന്റെ റിയാക്ഷൻ കാണണം. യെസ്. കരയണ്ട കരയണ്ട ഉണ്ണി കരയണ്ട കരയണ്ട കരയണ്ട. നിങ്ങളുടെ റീലാ ഗൈസ്, ഞാൻ ആച്ചിയുടെ ഫസ്റ്റ് സ്റ്റേക്ക് ഇൻ ഹിസ് എൻറ്റയർ ലൈഫ്. ഞാൻ വിചാരിച്ചു ഇത് കണ്ടപ്പോ അങ്ങനെ അദ്ദേഹം വെന്തിട്ടൊന്നും ഉണ്ടാവില്ല, ഉള്ളൊരു കുറവായിരിക്കുന്നു. പക്ഷെ ആച്ചിന്റെ ജീവിതത്തിൽ ഞാൻ ഈ മിനിറ്റ് മാത്രം നിന്നല്ല. ആച്ചിന്റെ ജീവിതത്തിലെ ആദ്യത്തെ സ്റ്റേക്കാണ് ഞാൻ കഴിക്കാൻ കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡു കമന്റ് ദ റീസൺ ദാറ്റ് ഐ ഷുഡ് ടേക്ക് യു ടു സച്ച് പ്ലേസസ്. ഇങ്ങനത്തെ ഫാൻസി സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് നമ്മുടെ കൂടെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ലൊരു റീസൺ കമന്റ് ചെയ്യുക. അതെ, ഞാൻ കമന്റ് ഇടാൻ പറ്റുമോ? ഇട്ടോ എത്ര വേണമെങ്കിലും ഇട്ടോ. ബിസ്മില്ലാ. അലിഞ്ഞു. നിങ്ങൾ വിചാരിച്ച ടേസ്റ്റ് തന്നെയാണോ ഇത്? ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും ഇതായിരിക്കും. ഇതിന്റെ പ്രിപ്പറേഷൻ കണ്ടപ്പോ നമുക്ക് തോന്നി ബീഫി ആയിരിക്കും. അധികം വലിയൊരു ബിൽഡപ്പ് മാത്രം ഉണ്ടാവും, എല്ലാം റോ ആയിരിക്കും, ഉള്ളിലാണ് ഇതൊന്നും ഉണ്ടായിരുന്നു. നിങ്ങള് പക്ഷെ ഇത് എല്ലായിടത്തും ഒരേ വേവും. ആ പോത്തില്ല പോത്ത് ഇത് ഈ സ്റ്റേക്ക് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എവിടെ നിന്ന് വന്ന സാധനം അറിയോ? സ്കാൻഡിനേവിയൻ വരുന്ന സാധനം. ഏതാ? 100 രൂപ അങ്ങോട്ട്. ഹാലൻഡിന്റെ ഏറ്റവും ഫേവറേറ്റ് ഭക്ഷണമാണ് സ്റ്റേക്സ്. ഓന്റെ ഏറ്റവും ഫേവറേറ്റ് സാധനം. ശരീരം കാണുന്നില്ല. ഓൻ എല്ലാ ദിവസവും ഓന് രാത്രി ഉറങ്ങുമ്പോൾ ടേപ്പ് ഇട്ടിട്ടാണ് ഉറങ്ങാൻ. ബ്രീത്തിങ് നോസിൽ കൂടി മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലെ കൂടി ബ്രീത്ത് ചെയ്യുമ്പോൾ എയർ ഉള്ളിലേക്ക് കയറുമല്ലോ, ഫ്ലോട്ടിങ് എല്ലാം വരാം. സോ ഓന് ഭയങ്കര പർട്ടിക്കുലർ അങ്ങനത്തെ കേസിനുണ്ട്. നമുക്ക് വാല്യൂ 9% ഹൈ ക്വാളിറ്റി മീറ്റ്. നാവുമ്പോൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക ഒരു ഫ്ലേവർ. പക്ഷെ ഭയങ്കര ചോയയില്ല. ഞാനതാ പറ്റിയ ഒരു എന്താണ് റോ ആണെങ്കിൽ. പക്ഷെ എനിക്ക് റോ മീറ്റ് വലിയ ഇഷ്ടമില്ല. പക്ഷേ ഇത് റോ ഇത് പക്ക ഒരു പെർഫെക്റ്റ് സാധനം എന്ന് പറയുക. ആ ഒരു ബീഫിന്റെ ഒരു കംപ്ലീറ്റ് ഫോം അതടി അടിക്കണം. നിങ്ങളോ ഇതിനാടി മോന് പൊറോട്ടയും മീൻകറി പേര് നാടൻ കുട്ടിയാണ്. നല്ല ഫെറ്റുച്ചിനിയാ, അടിപൊളി. ഇനി അടുത്ത ആഗ്രഹം എന്താ? ബ്രസീൽ കപ്പടിക്കണം. അത് കേൾക്കാൻ പറ്റുമോ? അതൊരു 4 കൊല്ലം കാത്തു കണ്ടേ. ബ്രസീൽ കപ്പടിക്കണമെങ്കിൽ ചുണക്കുട്ടികൾ ഇറക്കണം. ചുണക്കുട്ടികൾ ഇല്ല ഇപ്പൊ ബ്രസീലിൽ കുറച്ച് ക്ഷാമാണ്. എന്നുവെച്ചാൽ അങ്ങനത്തെ സ്ഥലത്ത് തന്നെ കഴിക്കുകയും ചെയ്യണം. അതാ മെയിൻ. അങ്ങനത്തുള്ള ക്വാളിറ്റി മീറ്റ് കൊടുക്കുന്ന സ്ഥലത്തിലാണ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സാധാരണ ഈ ലോ കോസ്റ്റ് ബഡ്ജറ്റിലുള്ള ഒരു ഇന്ത്യൻ ബീഫും പാകിസ്ഥാനി ബീഫും വെച്ചിട്ട് സ്റ്റേക്ക് ഉണ്ടാകും. അത് നോക്കിയാൽ ചിലപ്പോൾ ആവില്ല. ആ കട്ട്സും ആ കട്ട്സ് ആയിരിക്കണം. മനസ്സിലായില്ല? അതെ. ഇപ്പോൾ വാഗ്യൂ എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ വാഗ്യൂ 60-40 റേഷ്യോ ആണ്. മനസ്സിലായ? 60% മീറ്റ് 40% ഫാറ്റാണ്. ഇതിൽ 40% കിട്ടും. അതല്ല വാഗ്യൂന്റെ ഇത്. ഇതേത് അമേരിക്കൻ ബീഫാ? വാഗ്യൂ എങ്ങനെ വന്നാലും മിനിമം 70-30% ബൈ ഡിഫോൾട്ട് വാഗ്യൂ കിട്ടും. അതാണ് ഇത്ര സോഫ്റ്റ്. അത് മാത്രമല്ല അവരെ ഇതിൻ്റെ അകത്ത് അവർ അവരുടെ ശരീരത്തിൽ വിടുന്ന ഫാറ്റുള്ള ഓയിൽ, ആ ഓയിൽ ഹെൽത്തി ഓയിലാണ്. അത് ഒലിവ് ഓയിലിന് തുല്യമുള്ള സാധനം വാഗ്യൂ ബീഫിൻ്റെ അതല്ല. അതുകൊണ്ട്
Today you had a healthy meal from Doors in Dubai Mall. Hope you enjoyed. Thank you. And with the fountain view, laser light view with the ambience and the traditional Zubinology series of eat food with Zubinology. Yeah, Halamat. ഇടയ്ക്ക് ബ്രസീൽ Arsenal. ഇങ്ങനെ പോയി കണ്ടില്ല ഇല്ലല്ലോ. വെരി ഗുഡ് വാ.